വിദ്യ ലെബനാനുമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. മാത്രമല്ല, ഹിസ്ബുള്ളെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു വലിയ മുൻഗണനയാണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ നിർത്തുന്നില്ല, താൽക്കാലികമായിട്ടുള്ള ഒരു രീതിയേ ഉള്ളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുമ്പോൾ മറു സൈഡിന് ലെബനാൻ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പൂർണ്ണമായിട്ടൊരു വെടിനിർത്തൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, ഞങ്ങൾ ഈ ചർച്ചയ്ക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ തന്നെ ലെബനാനിൽ നടന്ന ഒരു സംഭവം, ഈ ഒരു ആക്രമണം നടന്നപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇറാന്റെ കരാറിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അപ്പം ഞങ്ങൾ ഈ ആക്രമണം നടത്തും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇറാൻ വെടിനിർത്തലിൽ 2 ആഴ്ചത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്, 21 ദിവസത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലെബനാന് മേലിൽ ആക്രമണം തുടങ്ങിയിട്ട് വീണ്ടും അവിടെ ഒരു ചർച്ചയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പോകുമ്പോൾ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയും അത് അവർ അംഗീകരിക്കാത്തൊരു സാഹചര്യമാണ്. ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എല്ലാം നടക്കുമ്പോഴും ഇവിടെ നിർണായകമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം ഏത് രീതിയിലേക്ക് പോകും, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? രേഷ്മി പറഞ്ഞതുപോലെ ഇന്നലെ ഒരു 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു. ഇരു രാജ്യങ്ങളും 3 രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു താൽക്കാലികമായിട്ട്. ആ കരാർ പ്രാബല്യത്തിൽ വന്ന് അതിന്റെ ചൂടാറുന്നതിന് മുൻപ് ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നു. 334 പേരോളം മരിക്കുന്നു, 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുന്നു. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന കാര്യമാണ്. അമേരിക്ക എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല എന്ന് പറയുന്നു അത് ആദ്യം പോയി ചെയ്യുന്ന ഒരാളാണ്. ചെയ്യില്ല എന്ന് ഇപ്പുറത്ത് പറഞ്ഞിട്ട് അപ്പുറത്ത് ആദ്യം ചെയ്യുന്ന ആളാണ്. അമേരിക്കയുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കാം ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഇറാന്റെ നിലപാടാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇറാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും വ്യവസ്ഥകളുടെ ലംഘനമാണിതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യവസ്ഥകളിൽ പറയുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഒരു കാരണവശാലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അവിടേക്ക് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇറാൻ നിർബന്ധമായും പറഞ്ഞിരുന്ന. ഈ വ്യവസ്ഥകളിൽ 2, 3, 4 വ്യവസ്ഥകൾ അപ്രകാരമായിരുന്നു. പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു ഈ ഒരു പ്രവൃത്തി ചെയ്തതും അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോൾ അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു പ്രോക്സി ഗ്രൂപ്പുകളുടെ പട്ടികയിൽ അവർ പെടുത്തിയിട്ടില്ല എന്നാണ്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികളൊക്കെ പ്രോക്സി ഗ്രൂപ്പുകളാണ് എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അമേരിക്ക അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തൊരു പ്രവൃത്തി തന്നെയാണ്, ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു പ്രവൃത്തിയാണെന്നാണ്. പക്ഷേ അവിടെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞു വന്നതിലേക്കാണ്. ഇസ്രായേൽ കടുത്ത നിലപാടെടുക്കുന്നു. ഒരു കാരണവശാലും ഇനി ഇറാൻ കടുത്ത നിലപാടെടുക്കുന്നു. ഇസ്രായേലിനെ ഒരു കാരണവശാലും നിലം തൊടിയിപ്പിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിടത്താണ് ഇസ്രായേലിന് പേടി വന്നത്. അതായത് അമേരിക്ക എന്ന് പറയുന്ന ആൾ എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് കളയാമെന്ന് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ ആ സമയത്ത് ഇറാൻ തിരിച്ചു പ്രതികരിച്ചാൽ ഇസ്രായേലിലേക്ക് കടുത്ത ആക്രമണം നടത്തും, ഇസ്രായേൽ ഇനി ചോരക്കളമായി മാറുമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഉടനെ തന്നെ വന്നു, ലെബനനായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, ലെബനൻ ചർച്ചയ്ക്ക് വരണം എന്ന് പറഞ്ഞു വിളിച്ചു. ലെബനൻ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, പൂർണ്ണമായ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണം, സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. അത് തികച്ചും ന്യായമായ ആവശ്യമാണ്. ഒരിക്കലും ലെബനൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെന്നിട്ടില്ല, ഇറാൻ ആക്രമിക്കാൻ ചെന്നിട്ടില്ല. ഇവരെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. കുറെ പ്രാവശ്യം ക്ഷമിച്ചു, അതിനുശേഷം അവർ തിരിച്ചു പ്രതികരിച്ചു. ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് തന്നെയാണ് ആ ഒരു രാജ്യവും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഇപ്പം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയി, ഇത്ര നാളും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു സംയമനം പാലിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത, നിലം തൊടിയിപ്പിക്കാത്ത ആക്രമണമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് പൂർണ്ണ ബോധ്യമായതോടു കൂടിയാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് ഇസ്രായേൽ വന്നത്. പക്ഷെ അപ്പോൾ ഇറാന്റെ പോലെ തന്നെ ലെബനനും കടുപ്പിച്ചു, ഇനി ഞങ്ങൾക്കും താല്പര്യമില്ല, ഞങ്ങൾ പറയുന്നിടത്ത് ഇസ്രായേൽ വരട്ടെ, എന്നിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലേക്ക് ലെബനൻ മാറുകയും ചെയ്തു. ഇനി ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം എങ്ങനെ മാറും, അല്ലെങ്കിൽ ഈ യുദ്ധം ഏത് രീതിയിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏറ്റവും നിർണായകമാകുന്നത് ഈ അറബ് രാജ്യങ്ങളുടെ കാര്യമാണ്. അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളില് UAE, ബഹ്റിൻ, ഖത്തർ, യമൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വലിയ ഭീതിയിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സൗദി അറേബ്യയായിട്ട് ഇറാൻ ഒരു സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളത്.
അപ്പൊ ഈ ഒരു സൈനിക താവളത്തിന് നേരെ ഇറാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അമേരിക്കയിലേക്ക് പോയി നേരിട്ട് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അമേരിക്കയോട് ആക്രമണം തിരിച്ചു ചെയ്യാനായിട്ടുള്ള ഇറാന് മുന്നിലുള്ള വഴി ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ, 19ഓളം സൈനിക താവളങ്ങളാണ് അറബ് രാജ്യങ്ങളിലാകെ അമേരിക്കയ്ക്കുള്ളത്. ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മാർഗം. അത് ഇറാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും വലിയ നാശനഷ്ടം ഇപ്പോൾ സൗദി അറേബ്യക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ ആരാണ്? അമേരിക്കയാണ്. അമേരിക്ക ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവർ പറഞ്ഞതാണ് ഈ ഒരു യുദ്ധത്തിന് നിൽക്കരുത് എന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞതാണ്. പക്ഷെ അമേരിക്ക പറഞ്ഞില്ല, ഞങ്ങൾ ലോകരാജ്യമാണ്, ലോക പോലീസാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തന്റെ ഇടത്തോടു കൂടി മുന്നോട്ട് വരികയും ഇത്രയും വലിയ പ്രതികരണം അല്ലെങ്കിൽ പ്രത്യാക്രമണം ഒന്നും അമേരിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ സൗദി അറേബ്യനെ ഏകദേശം ഒരു തകർച്ചയിലെത്തിച്ചു. പിന്നെ അടുത്ത വരികയാണെങ്കിൽ റിയാദിലെ എണ്ണ ഖനികളിൽ അല്ലെങ്കിൽ എണ്ണ കമ്പനികളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക നിലയെ വലിയ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ യു എയിലേക്ക് വരികയാണെങ്കിൽ യു എയിൽ ഏറ്റവും വലിയ യു എയുടെ സാമ്പത്തിക വ്യവസായ മേഖലകൾ, അതായത് വ്യാപാര മേഖലകളിൽ വലിയ തകർച്ച ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖല വീണ്ടും അശാന്തി ആവത്തില്ലേ? ഗൾഫ് മേഖലയിൽ അശാന്തി എന്നതിനേക്കാളും കൂടുതൽ ഗൾഫ് മേഖലയിലെ സകല കാര്യങ്ങളും തകിടം മറിയുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു വന്ന പോലെ സൗദി അറേബ്യയിൽ വന്ന പ്രശ്നങ്ങൾ, റിയാദിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ യു എയിലേക്ക് വരുമ്പോൾ അവിടുത്തെ വ്യാപാര പ്രശ്നങ്ങൾ, വ്യാപാര മേഖലയിൽ വരുന്ന അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾ. ബഹ്റൈനിലേക്ക് വരികയാണെങ്കിൽ ബഹ്റൈനിലാണ് ഇപ്പോൾ ഈ അഞ്ചാം കപ്പൽ വ്യൂഹം എന്ന് പറയുന്ന സൈനിക കപ്പൽ വ്യൂഹം ഉള്ളത്. ഒപ്പം തന്നെ ഈ അൽഹുദ എന്ന് പറയുന്ന ഒരു സൈനിക താവളം, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണത്. അപ്പൊ ഇതിനകത്തൊക്കെ ആക്രമണം നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. ആക്രമണം നടത്തുന്നത് സൈനിക താവളങ്ങളിലേക്കാണെങ്കിലും അതിരിക്കുന്ന സ്ഥലം ഗൾഫ് മേഖല ആയതുകൊണ്ട് ഏറ്റവും അധികം നാശനഷ്ടം എവിടെയായിരിക്കും വരിക? ഈ ഈ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും വരിക. ഈ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും അധികം അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത്. അവർ സാമ്പത്തികമായി തകരും. അവർക്ക് മുന്നിലേക്ക് പോകാൻ അവരുടെ കാര്യങ്ങളെല്ലാം, അതായത് വൈദ്യുതി ബന്ധങ്ങളിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിലവിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നത് ഇസ്രായേലും ഇറാനും തന്നെ അല്ലേ, ക്ഷമിക്കണം, ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. ഇത്രയും ലോകത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒറ്റ കാരണം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ രണ്ട് അതിലേക്കാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. അതായത് അമേരിക്കയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അറബ് രാജ്യങ്ങൾ നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എന്തിനാണ് ഞങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന ഒരു രാജ്യത്തെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടുകയാണെങ്കിൽ എന്തിനാണ് അവർക്കൊരു താവളം ഞങ്ങൾ ഒരുക്കുന്നത് എന്ന രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനി അടുത്തൊരു ഘട്ടത്തിൽ ഒരു പക്ഷേ പരസ്യമായോ അല്ലെങ്കിൽ പരോക്ഷമായോ അവർ പറഞ്ഞേക്കാം, അറബ് രാജ്യങ്ങളിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിൽ ഇനി അമേരിക്ക സൈനിക താവളങ്ങൾ തുറക്കണ്ട, ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. കാരണം ഈ പറയുന്ന സൗദി അറേബ്യ ആയിട്ടോ അല്ലെങ്കിൽ റിയാദായിട്ടോ യു എ ഇ ആയിട്ടോ ബഹ്റിനായിട്ടോ യമനായിട്ടോ ഒന്നും ഈ ഇറാന് പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവരെ സംരക്ഷിക്കാൻ ഒരു താവളത്തിന്റെ ആവശ്യം അവിടെയുള്ളൂ. ഇവരായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ട്രംപ് ഞങ്ങൾ സുരക്ഷ ഒരുക്കും, നിങ്ങൾക്ക് കപ്പല് ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല, ഹോർമുസിൽ ഞങ്ങളുടെ സൈന്യം അതീവ സജ്ജമായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് വഴി കപ്പൽ വരാ എന്ന് പറഞ്ഞ് ഈ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി ലോകത്തെ മൊത്തം പറ്റിച്ചു കഴിഞ്ഞിട്ട് അവസാനം അവിടെ ഒരു മനുഷ്യനെ പോലും, ഈ സൈനികരെ ആണെങ്കിലും അമേരിക്ക സൈനികരുണ്ടായിരുന്ന താവളങ്ങളിൽ ഇപ്പൊ ആരും ഇല്ല എന്നാ പറയുന്നത്. കാരണം എല്ലാവരും സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ഭടന്മാരെ അല്ലെങ്കിൽ അവരുടെ സൈനികരോട് സുരക്ഷിതമായി മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ജനവിഭാഗത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സുരക്ഷ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ജനവിഭാഗത്തെ വെറുതെ വിട്ടുകൊടുത്തേക്കാണ്. അപ്പോൾ ആഘാതമേൽക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നഷ്ടം സംഭവിക്കുന്നതും ഗൾഫ് മേഖലയ്ക്ക് മാത്രമാണ്. അവിടുത്തെ ജനജീവിതമാണ് ദുസ്സഹമാകുന്നത്. ഇസ്രയേലും അമേരിക്കയും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയിലൂടെ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്നത് ഈ ഗൾഫ് മേഖല. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനജീവിതം ദുസ്സഹമായി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആ കാര്യം തന്നെ ഈ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലെ ജനങ്ങള് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും അമേരിക്കയിലെ ജനത അവിടുത്തെ ട്രംപിനെതിരെയും തെരുവിലിറങ്ങുന്ന കുറച്ച് സാഹചര്യം കൂടി ഉണ്ടായി, വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയാം ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു ആക്രമണമാണ് എന്നുള്ളത്. അപ്പം ഈ ജനങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ആക്രമണം കൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി, അവരുടെ ദൈനംദിന ജീവിത കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവുന്നു. അപ്പൊ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഒരു കരാറിലോട്ട് വന്നിട്ട്
വീണ്ടും ആ ഒരു ഞങ്ങൾ നടത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് ലെബനാനിലേക്ക് ആക്രമണം നടത്തിയിട്ട് വീണ്ടും ഇവരിത് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഒരിക്കൽ പോലും ഇവർ ചിന്തിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷയും അല്ലെങ്കിൽ അതില് ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നതിന് ഈ രണ്ട് ഭരണാധികാരികൾ എടുത്തു പറയുകയാണെങ്കിൽ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം എന്നതിനുപരിയായിട്ട് അയാൾക്ക് ആ മനുഷ്യന് അറിയപ്പെടണം, അല്ലെങ്കിൽ അയാളെ പുകഴ്ത്തണം, വാഴ്ത്തണം തുടങ്ങിയ രീതിയിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം അയാളുടെ ഈ സൈനികപരമായ അല്ലെങ്കിൽ നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനങ്ങൾക്കും ഒക്കെ അപ്പുറം അദ്ദേഹം കാണുന്നത് ഈ ഒരു യുദ്ധം നിർത്തിയാൽ അദ്ദേഹം അന്നത്തെ ദിവസം ജയിലിലേക്ക് പോകേണ്ടി വരും. അപ്പൊ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആണ് ഈ രണ്ട് നേതാക്കളും ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമായിട്ട് അനുഭവിക്കുന്നത് മുഴുവൻ ഈ ഗൾഫ് മേഖലയും അതുപോലെ പശ്ചിമേഷ്യയും ഒക്കെയാണ്. അപ്പൊ ഈ നമ്മൾ പശ്ചിമേഷ്യയിലെ താവളങ്ങളെ സൈനിക താവളങ്ങൾ ഒരുപക്ഷെ നിർത്തിയേക്കാം എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇനി അമേരിക്ക നേരിടാൻ പോകുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പെട്രോ ഡോളർ വ്യാപാരം. നമുക്കറിയാം എണ്ണ വ്യാപാരം മുഴുവൻ വരുന്നത് ഈ ഡോളറിലൂടെയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്, അതൊരു എഗ്രിമെന്റ് തന്നെയാണ്. പക്ഷേ ഇനി അവർ പറയാണ് ഞങ്ങളുടെ ആവശ്യമല്ല ഇത്, ആവശ്യം നിങ്ങളുടെയാണ് അല്ലെ. ഈ ഡോളറിലൂടെ വ്യാപാരം നടക്കണമെങ്കിൽ അതിന്റെ ലാഭം കൊയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ഒരു ലാഭം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ഥിതി ശാന്തമാക്കണം, അതുവരെ ഞങ്ങൾക്ക് ഈ ഒരു ഡോളറിൽ തുടരാൻ താല്പര്യമില്ല എന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി എന്തായി മാറും? നിലവിലെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിത്തട്ട് മൊത്തം ഇളകി കിടക്കുക. ഇപ്പം ഭീഷണിപ്പെടുത്തിയാണ് പൈസ മേടിക്കുന്നത്. ഇന്ന് വന്നൊരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാനിൽ നിന്ന് ആയുധം മേടിക്കുന്ന അല്ലെങ്കിൽ ഇറാന്റെ പക്കൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ സാധനങ്ങളോ ഒക്കെ മേടിക്കുന്നവർക്ക് ഞങ്ങൾ അധിക തീരുവ ചുമത്തും. അതായത് അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെയാണ് ട്രംപിന്റെ, അതായത് ട്രംപിന്റെ ഏകദേശം സാമ്പത്തികം മൊത്തത്തിൽ തകർന്ന് അതിനെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക. കടം ചോദിച്ചത് കടം കിട്ടാതെ വന്നപ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ പിന്തുണച്ചോ ഈ പറയുന്ന അമേരിക്കയുടെ ഒപ്പം നിന്നിരുന്നില്ല. അത് വലിയൊരു തിരിച്ചടിയായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഞങ്ങളാണ് ലോക പോലീസ് അല്ലെങ്കിൽ ഞങ്ങളാണ് ശക്തി, ഞങ്ങൾക്കൊപ്പം ലോകരാജ്യങ്ങൾ നിൽക്കൂ എന്ന് കരുതി. പക്ഷെ ഇത്രയും ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള ഒരു പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളൊന്നും ആരും വന്നില്ലെന്ന് മാത്രമല്ല രേഷ്മ, ഈ ട്രംപ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ട്രംപിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ ഭയപ്പെടുത്താം. അതായത് ഇറാൻ ഇതുപോലൊരു ഭീകര രാഷ്ട്രമാണ്, അതിനെ നമ്മൾ ഇപ്പൊ ചേർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ ഞങ്ങൾ തരാം. അതായത് ആയുധ കച്ചവടം എന്ന് പറയുന്നതാണ് ട്രംപിന്റെ വലിയൊരു വരുമാന മാർഗം. അപ്പൊ ഈ ആയുധങ്ങൾ ഞങ്ങൾ തരാം എന്ന് പറയുമ്പോൾ ട്രംപ് അവിടെ ഉദ്ദേശിച്ചത് ഇത്രയും ആയുധങ്ങൾ ഇത്രയും ഗൾഫ് രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ ഒരുപാട് പണം അതിലൂടെ സംഭരിക്കാം അല്ലെങ്കിൽ ശേഖരിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഈ ആയുധങ്ങൾ വാങ്ങുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ യുദ്ധക്കൊതിക്ക് പാത്രമാകുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഗൾഫ് മേഖലയിൽ തെറ്റിയത്. ആ ഒരു സാമ്പത്തിക ലാഭം ലഭിച്ചില്ല. ഇപ്പോ എണ്ണ വ്യാപാരം തകരാറിലായിരിക്കുന്നു, ആ ഒരു സാമ്പത്തിക ലാഭം ലഭിക്കുന്നില്ല. അങ്ങനെ ഏതു രീതിയിൽ നോക്കിയാലും ട്രംപ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇനി ഇതിലും മോശമായ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞതുപോലെ സൈനിക താവളങ്ങൾ മാറ്റണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. ആ ഒരു അവസ്ഥയിലാണ് ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനോട് പെട്ടെന്ന് ലെബനനിൽ പോയി ചർച്ചയ്ക്ക് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ലെബനനും ഇതുപോലെ തന്നെ ഇറാൻ പറഞ്ഞതുപോലെ ഇല്ല, ഞങ്ങൾ ചർച്ചയ്ക്കില്ല, കംപ്ലീറ്റ് സമാധാനം എന്ന് ലഭിക്കുന്നു, പരിപൂർണമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എന്ന് ലഭിക്കുന്നു അന്ന് ഞങ്ങൾ ഈ ചർച്ചയ്ക്കുള്ളൂ എന്ന് പറയുമെന്ന് ഒരിക്കൽ പോലും ഇസ്രായേൽ ചിന്തിച്ചിട്ടില്ല. ഇനി ഇസ്രായേലിന് ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ്. ഇനി എവിടെ ചെന്ന് ആരുടെ കാല് പിടിക്കണം? അമേരിക്ക ആണെങ്കിൽ ഏകദേശം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി അമേരിക്കയുടെ സഹായമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ഇനി ആരാണ്? ഗൾഫ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ പണ്ട് തുടങ്ങി ഈ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഗൾഫ് രാജ്യങ്ങൾ പണ്ട് തുടങ്ങി ഇസ്രായേലായിട്ട് വലിയ നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. ഇസ്രായേൽ രാജ്യം രൂപീകരണ സമയത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം മാത്രമാണ് പൂർണ്ണമായും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ന് മുതലാണ് ഇസ്രായേലിന് ഇറാൻ ശത്രുവായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരോ യുദ്ധക്കൊതി പോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അതിൽ വന്ന സമയം മുതലാണ് ഇറാൻ ശത്രുവായി മാറിയത്. അതുവരെ എല്ലാ സൗദി അറേബ്യക്കായിട്ട് ഇസ്രായേൽ വളരെ ശത്രുതയിലായിരുന്നു. ആ സമയത്തൊക്കെ ഇറാനാണ് ഇസ്രായേലിന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കഥകളെല്ലാം ഇസ്രായേൽ മറന്നുപോയി. ഇസ്രായേൽ ചിന്തിച്ചിരുന്നത് ഇറാനിലെ എണ്ണ ആ ഒരു ബ്രിട്ടൻ എണ്ണ കൊണ്ടുപോകുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പൊ അതോടുകൂടി ഇറാൻ ഒന്നും ഇല്ലാതായി മാറി. പിന്നെ അതിനുശേഷം വന്ന അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാനെ തളർത്തിക്കളഞ്ഞു. ഇറാൻ ഒന്നും ആവാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നൊരു ചിന്തയിലാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇരുന്നത്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് ഇറാൻ വളരുകയായിരുന്നു എന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന അവസ്ഥയായി പോയി. തീ പടർന്നു പിടിക്കാൻ തുടങ്ങി, കെടുത്താനൊട്ട് പറ്റുന്നുമില്ല.
എന്നാൽ ഇനി ലോക പോലീസ് അല്ലെങ്കിൽ ലോകശക്തിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തലകുനിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനി കാര്യങ്ങളെല്ലാം ഇറാന്റെ കയ്യിലാണ്. ഇറാൻ അന്നും ഇന്നും ഒറ്റ സ്റ്റാൻഡിലാണ്. ഞങ്ങൾക്ക് സമാധാനം വേണം, പരിപൂർണമായ വെടിനിർത്തൽ എന്ന് വരുന്നുവോ അന്ന് മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുന്നോട്ട് വരുമോ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും പെട്ട് നിൽക്കുകയാണ്.